എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സമീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു മസാല കപ്പലണ്ടിയാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ എസ്പെഷ്യലി നമ്മൾ മേടിക്കേണ്ടത് കപ്പലണ്ടി മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടിക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടി തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്തതൊന്നുമല്ല, നമ്മുടെ സാധാ കടയിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് മേടിക്കുന്ന കപ്പലണ്ടിയാണ്. അപ്പോൾ ഇതിൽ ബാഡായിട്ടുള്ള കപ്പലണ്ടിയൊക്കെ ഉണ്ടാകും, അതൊക്കെ പുറക്കി കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പലണ്ടിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന് ബാക്കിയുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂണാണ്, 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പം ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വെളുത്തുള്ളി മാത്രമായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. അത് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ കടലമാവിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഏത് നമ്മുടെ പത്തിരിക്കോ അല്ലെങ്കിൽ പുട്ടിനോ ഒക്കെ ഉള്ള റൈസ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് പെരിഞ്ജീരകപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, അത്രയും തന്നെ ധാരാളം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അത്രയും മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കളറും കിട്ടും, അത്യാവശ്യം എരിവേ കാണുള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് സാധാ മുളകാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ചെറിയൊരു വെള്ളം ഇതിലുണ്ടാവും. സ്ലോലി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. നമ്മുടെ ഓരോ കപ്പലണ്ടിയിലും മസാല ഇങ്ങനെ കോട്ടായിട്ടിരിക്കണം. ആ ഒരു പരുവത്തിലാണ് എടുക്കാനുള്ള. വെള്ളം ഒരുപാട് ആവാൻ പാടില്ല, എങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവം മതി. ഞാൻ 2 ടേബിൾ സ്പൂണും കുറച്ചുകൂടി വെള്ളം എനിക്ക് ആവശ്യം വന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഈ ഒരു ഇതിലാണ് നമ്മൾ ആക്കിയെടുക്കാനുള്ള. ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. പീനട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മസാല കപ്പലണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പുഴുവുള്ള ചട്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓയിലിൽ നല്ല ഒരു കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ പതയൊക്കെ ജസ്റ്റ് ഈ ഓയിലിൻ്റെ ഈ പതഞ്ഞ് വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം.
നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കായത്തിൻ്റെയൊക്കെ. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതിലോട്ട് ബാക്കിയുള്ള കപ്പലണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സൂക്ഷിച്ച് ചെയ്യണം, എൻ്റെ കയ്യിലൊക്കെ എണ്ണ തെളിച്ചു. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ ഉടനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് നമ്മൾ നോക്കണ്ട, കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിക്കോളും സംഭവം. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും ഫ്രൈ ആയിട്ടുണ്ട് കിടക്കും. നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ നല്ല പത ഉണ്ടായിരുന്നില്ല, ഇപ്പം പതയൊന്ന് മാറിയുണ്ടോ. ഇപ്പോഴാണ് ആ കറക്റ്റ് ഫ്രൈങ് ആവുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കോരി മാറ്റി കൊടുക്കാം. ആ ഇട്ടപ്പോൾ തന്നെ ഒരു കിലിക്കിലാ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, കണ്ടേ? നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രൈ ചെയ്തത് ഉടനെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഓക്കെ, കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈസിയാണ് ഈ മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ സമീസ് ഫുഡ് ആൻഡ് വ്ലോഗ് സൈനിങ് ഓഫ്.